Electrostatic potential and capacitance എന്ന് പറയുന്ന ചാപ്റ്ററിലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റൻ എക്സാമിന് വരാവുന്ന ക്വസ്റ്റൻസ് ആണ് നമ്മൾ ഇത് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നുണ്ടായിരിക്കും. സോ ഫസ്റ്റ് ക്വസ്റ്റൻ ഏതാണെന്നുള്ളത് നോക്കി നോക്കൂ. A parallel plate capacitor of capacitance is equal to 8 picofarad. Picofarad എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 10 raised to minus 12 farad ആണെന്നുള്ളത് ഓൾറെഡി തന്നിട്ടുണ്ട്. And distance between the plates is reduced by half. അല്ലെ അങ്ങനെയാണെങ്കിൽ and also the space between them is filled with a substance of dielectric constant 6. ഇത്രയും കാര്യങ്ങളാണ് വന്നിരിക്കുന്നത്. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പുതിയ കപ്പാസിറ്റൻസ് എത്രയായിരിക്കും എന്നുള്ളതാണ് നമുക്ക് കണ്ടുപിടിക്കാനായിട്ടുള്ളത്. സോ കപ്പാസിറ്റൻസിന്റെ ഇക്വേഷൻ നിങ്ങൾക്ക് അറിയാം, C is equal to A epsilon 0 divided by D എന്ന് പറയുന്നതായിരിക്കും ഉണ്ടായിരിക്കുക. ആൻഡ് നമ്മളൊരു ചേഞ്ച് വരുത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പുതിയ കപ്പാസിറ്റൻസ് C dash is equal to അതിന് ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റ് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കപ്പാസിറ്റൻസിന്റെ ഇക്വേഷനിൽ ഉണ്ടാകുന്ന ചേഞ്ച് K A epsilon 0 divided by D ആയിരിക്കും വരിക. ആൻഡ് ഓൾസോ D ചേഞ്ച് ചെയ്തിട്ട് D/2 ആയിട്ട് മാറിയിട്ടുണ്ട് ആണല്ലോ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇക്വേഷൻ എനിക്ക് എന്താക്കിയിട്ട് എഴുതാൻ പറ്റും? ദാറ്റ് ഇസ് 2 into K into A epsilon 0 divided by D എന്ന് പറഞ്ഞിട്ട് എഴുതാം. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 2 into 6 into A epsilon 0 divided by D ആയിരിക്കും. And A epsilon 0 by D എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം എന്താണ്? ഇത് ഇനിഷ്യൽ കപ്പാസിറ്റൻസ് ആണ്. സോ ചേഞ്ച് എഴുതണം എന്നുണ്ടെങ്കിൽ എന്തെഴുതാ? യെസ് 12 into 8 picofarad അല്ലേ. സോ 8 into 10 raised to minus 12 വരും അല്ലെ. 12 into 8 ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ യെസ് 96 into 10 raised to minus 12 farad ആയിരിക്കും നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നുണ്ടായിരിക്കും. Okay, yes. Then next question നോക്കുക. അടുത്ത question വന്നിരിക്കുന്നത് calculate the potential at a point P due to the charge of 4 into 10 raised to minus 7 coulomb ആണ്, which is located 9 centimeter away. Okay, അപ്പോൾ ഫസ്റ്റ് പാർട്ടിന്റെ ആൻസർ നിങ്ങൾ ആദ്യം ചെയ്ത് നോക്കി നോക്കുക. എ പാർട്ടിൽ എന്താ ചോദിച്ചിരിക്കുന്നത്? യെസ് നമുക്ക് പൊട്ടൻഷ്യൽ ആണ് കണ്ടുപിടിക്കാനായിട്ടുള്ളത് അല്ലേ. അപ്പോൾ പൊട്ടൻഷ്യൽ ഇക്വേഷൻ എന്താണ്? പൊട്ടൻഷ്യൽ V is equal to 1/4 pi epsilon 0 Q by R ആണ് വരിക. ഓക്കെ, ആൻഡ് 1/4 pi epsilon 0ന്റെ വാല്യൂ നമുക്ക് ഓൾറെഡി അറിയാം. ഇറ്റ്സ് എ കോൺസ്റ്റന്റ്, ദാറ്റ് ഇസ് 9 into 10 raised to 9 ആണ് വരിക. ഇൻടു Q എന്ന് പറയുന്നത് ഗിവൺ എത്രയാണ്? 4 into 10 raised to minus 7 ആയിരിക്കും. ഹോൾ ഡിവൈഡഡ് ബൈ R എന്ന് പറയുന്നത് 9 സെന്റിമീറ്റർ ആണ്. സോ 9 into 10 raised to minus 2 ഇട്ട് കൊടുക്കുക. ഓക്കെ, ദെൻ കട്ട് ചെയ്യാനുള്ള സംഗതി എല്ലാം ഇവിടെ നമ്മൾ കട്ട് ചെയ്ത് കളയാം. ഇവിടെ 9ഉം 9ഉം കട്ട് ചെയ്ത് കളയാം. സോ 4 into ഇവിടെ 10 raised to minus 2 നേരെ മുകളിലേക്ക് വരുന്ന സമയത്ത് 10 raised to 2 ആവും. 10 raised to minus 7 into 10 raised to 2 10 raised to minus 5 ആവും. 10 raised to minus 5 into 10 raised to 9 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 9 minus 5 എത്ര വരിക? 4 ആണ് വരിക അല്ലെ. അപ്പോൾ 4 into 10 raised to 4 വോൾട്ട് ആയിരിക്കും എന്ത് വരുന്നുണ്ടാവുക? നമ്മുടെ പൊട്ടൻഷ്യൽ വരിക. ആൻഡ് ബി പാർട്ടിൽ എന്താ ചോദിച്ചിരിക്കുന്നത്? ഹെൻസ് ഒബ്റ്റെയിൻ ദ വർക്ക് ഡൺ ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ വർക്ക് ഡൺ കറസ്പോണ്ടിങ് ടു ദ ചാർജ് 2 into 10 raised to minus 9. ഓക്കെ, ആൻഡ് വർക്ക് ഡൺ ഇക്വേഷൻ W is equal to നിങ്ങൾക്ക് അറിയാം, which is equal to QV ആണ്. V നമ്മളിവിടെ കണ്ടുപിടിച്ചിട്ടുണ്ട്, Qന്റെ വാല്യൂ തന്നിട്ടുണ്ട് അല്ലെ. അപ്പൊ 2 into 10 raised to minus 9 into 4 into 10 raised to 4 ആയിരിക്കും വരിക. സോ 4 into 2 it is 8 ആണ്. 8 into 10 raised to minus 5 ജൂൾ ആയിരിക്കും എന്ത് വരുന്നുണ്ടായിരിക്കാം? നമ്മുടെ ടോട്ടൽ വർക്ക് ഡൺ വരിക. ഓക്കെ, സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കി നോക്കുക. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? 3 കപ്പാസിറ്റൻസ് ഓഫ് കപ്പാസിറ്റൻസ് നമുക്ക് തന്നിട്ടുണ്ട്. 3 മൈക്രോഫാരഡ്, 9 മൈക്രോഫാരഡ് ആൻഡ് 18 മൈക്രോഫാരഡ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ സീരീസ് ആയിട്ടും പാരലൽ ആയിട്ടും കപ്പാസിറ്റൻസിനെ കണക്ട് ചെയ്യുന്നു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ രണ്ട് കപ്പാസിറ്റൻസുകളും എഫക്റ്റീവ് കപ്പാസിറ്റൻസുകൾ തമ്മിൽ ഉണ്ടാകുന്ന റേഷ്യോ ആണ് കണ്ടുപിടിക്കാനായിട്ടുള്ളത്. സോ നമ്മൾ ആദ്യം എന്ത് ചെയ്യുക? സീരീസ് ആയിട്ട് നമ്മൾ കണക്ട് ചെയ്യുന്ന സമയത്ത് ഉണ്ടാവുന്ന എഫക്റ്റീവ് കപ്പാസിറ്റൻസ് കണ്ടുപിടിക്കുക. സീരീസ് ആണ് കണക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇക്വേഷൻ എന്താ വരിക? 1/C is equal to 1/C1 plus 1/C2 plus 1/C3 ആയിരിക്കും അല്ലെ. വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. C1 C2 C3 എത്രയാണ്? 1/3 plus 1/9 plus 1/18 ആയിരിക്കും. ഓക്കെ, എല്ലാത്തിനും നമ്മൾ കോമൺ ഡിനോമിനേറ്റർ ആക്കുക. സോ ഇവിടെ ഇൻറ്റു 2 ഇൻറ്റു 2 ഇട്ട് കൊടുക്കുക. ഇവിടെ ഇൻറ്റു 6 ഇൻറ്റു 6 ഇട്ട് കൊടുക്കുക ആണല്ലോ. അപ്പോൾ 6 plus 2 plus 1 ഹോൾ ഡിവൈഡഡ് ബൈ 18 എന്ന് പറഞ്ഞിട്ട് കിട്ടും. ദാറ്റ് ഇസ് 9/18 ആണ്. 9/18 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1/2 ആയിരിക്കും വരിക. സോ 1/CS is equal to 1/2. therefore effective capacitance in series combination CS is equal to എത്ര വരിക? ഇറ്റ് ഇസ് 2 മൈക്രോഫാരഡ് ആണ്. ഓക്കെ, കഴിഞ്ഞിട്ടില്ല. പാരലൽ ആയിട്ടുള്ള കൂടി കണ്ടുപിടിക്കുക. പാരലൽ കോമ്പിനേഷന്റെ കേസിൽ എന്തായിരിക്കും വരുന്നുണ്ടായിരിക്കുക? പാരലൽ കോമ്പിനേഷൻ എഫക്റ്റീവ് കപ്പാസിറ്റൻസ് C1 plus C2 plus C3 ആണ്. ദാറ്റ് ഇസ് 3 plus 9 plus 18 വരും അല്ലേ. ദാറ്റ് ഇസ് 12 plus 18 ദാറ്റ് ഇസ് 30 മൈക്രോഫാരഡ് വരും. ഇതുവരെ മതിയോ? പോരാ, അത് രണ്ടും തമ്മിലുള്ള റേഷ്യോ കണ്ടുപിടിക്കണം. ദാറ്റ് ഇസ് CS ഡിവൈഡഡ് ബൈ എന്ത് ചെയ്യുക? യെസ്, CP ചെയ്യുക. ഓക്കെ, സീരീസ് കോമ്പിനേഷൻ പാരലൽ കോമ്പിനേഷൻ തമ്മിലുള്ള റേഷ്യോ ആണ് വേണ്ടത്. ദാറ്റ് ഇസ് 2 divided by 30. 2/30 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ which is equal to 1/15. അപ്പോൾ റേഷ്യോ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് 1/15 ആയിരിക്കും. സോ ഏതായിരിക്കും കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ വരിക? 1:15. ദാറ്റ് ഇസ് ഓപ്ഷൻ A is the right answer. ഓക്കെ.